ഏവർക്കും ടീച്ച് ലേൺ ആൻഡ് റിപ്പീറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നലെ ഞാനിട്ട വീഡിയോ എല്ലാവരും കണ്ടോ? കണ്ടാൽ മാത്രം പോരാ, നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അത് പഠിക്കുകയും വേണം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് GK ആണ്, ജനറൽ നോളജ്. USS, LSS എന്നീ പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള GK എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇന്ന് നമുക്ക് കൊച്ചു കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ? നമ്മുടെ സംസ്ഥാനം അഥവാ സ്റ്റേറ്റ് ഏതാണ്? കേരളം അല്ലേ? കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ ഈസ് ദ കേരള ഡേ ഓർ കേരള ഫോർമേഷൻ ഡേ? എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഡേ ഈസ് ദ കേരള ഡേ ഓർ കേരള ഫോർമേഷൻ ഡേ? ആൻസർ നവംബർ 1. എന്നാണ് കേരള പിറവി ദിനം? ഉത്തരം എന്താണ്? നവംബർ 1. നവംബർ 1 നമ്മൾ കേരള പിറവിയായി ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ കേരള വാസ് ഫോംഡ് ആസ് എൻ ഇന്ത്യൻ സ്റ്റേറ്റ്? ആൻസർ 1956, November 1. In which year Kerala was formed as an Indian state? 1956, November 1. കേരളം ഇന്ത്യൻ സംസ്ഥാനമായി രൂപീകൃതമായ വർഷം ഏതാണ്? 1956, നവംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് ഇൻ കേരള. എന്താ ക്വസ്റ്റ്യൻ? ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് ഇൻ കേരള. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? ആൻസർ 14. കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 14 ജില്ലകളാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. അടുത്തതായി നമുക്ക് ബൗണ്ടറീസ് ഒന്ന് നോക്കാം. അതിർത്തികൾ, കേരളത്തിൻ്റെ അതിർത്തികൾ. Which are the states that share border with Kerala? Answer Tamil Nadu and Karnataka. Which are the states that share border with Kerala? Tamil Nadu and Karnataka. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? തമിഴ്നാടും കർണാടകയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് കേരള? Which state is located in the southeastern part of Kerala? Answer Tamil Nadu. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ദാറ്റ് ഷെയർസ് ദ മോസ്റ്റ് ബോർഡർ വിത്ത് കേരള? Which is the state that shares the most border with Kerala? Answer Tamil Nadu. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. തമിഴ്നാടാണ് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മൗണ്ടെയിൻ റേഞ്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് കേരള? ആൻസർ വെസ്റ്റേൺ ഗേർഡ്സ്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ട മലനിരയാണ് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തെ സഹ്യാദ്രി എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് കേരള? ആൻസർ കർണാടക. കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നേരത്തെ നമ്മൾ തെക്ക് കിഴക്ക് പറഞ്ഞിരുന്നു, അത് തമിഴ്നാടാണ്. ഇത് കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ, which sea is located in the western part of Kerala? Answer Arabian Sea. Which sea is located in the western part of Kerala?
ആൻസർ അറേബ്യൻ സീ. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? ആൻസർ അറബിക്കടൽ. അറബിക്കടലാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അതിർത്തികൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റേൺ പാർട്ട് ഏതാണെന്നാണ് പറഞ്ഞത്? തെക്ക് കിഴക്ക് ഭാഗം. തെക്ക് കിഴക്ക് ഭാഗത്ത് തമിഴ്നാടാണ്. അതേപോലെ വടക്ക് കിഴക്ക് ഭാഗം, വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകയാണെന്നും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണെന്നും കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടാണെന്നും നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാതെ സിമ്പിളായിട്ട് കേരളത്തിൻ്റെ നോർത്ത് എന്താണ്, സൗത്ത് എന്താണ്, വെസ്റ്റ് എന്താണ്, ഈസ്റ്റ് എന്താണ്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. കേരളത്തിൻ്റെ വടക്ക് നോർത്ത് കർണാടകയാണ്. കേരളത്തിൻ്റെ സൗത്ത് തെക്ക് ഭാഗത്ത് തമിഴ്നാടാണ്. കേരളത്തിൻ്റെ വെസ്റ്റ് അറബിക്കടലാണ്. ഈസ്റ്റ് പശ്ചിമഘട്ടമാണ്. വടക്ക് ഭാഗം കർണാടക, തെക്ക് ഭാഗം തമിഴ്നാട്, പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ, കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം. ഒന്നുകൂടെ പറയാം. നോർത്ത് വടക്ക് കർണാടക, സൗത്ത് തെക്ക് ഭാഗം തമിഴ്നാട്, പടിഞ്ഞാറ് ഭാഗം വെസ്റ്റ് അറബിക്കടൽ, കിഴക്ക് ഭാഗം ഈസ്റ്റ് പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘാട്സ്. വിച്ച് ഈസ് ദ ഓൺലി വൺ ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള ദാറ്റ് ഡു നോട്ട് ഹാവ് എ സീ ബോർഡർ, ഡു നോട്ട് ഷെയർ ബോർഡർ വിത്ത് അതർ സ്റ്റേറ്റ് ആൻഡ് only surrounded by the district of Kerala? Answer കോട്ടയം. കോട്ടയം ജില്ല. ചോദ്യം കണ്ട് പേടിക്കേണ്ട, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ല ഏതാണ്? കോട്ടയം ജില്ല. കോട്ടയം ജില്ലയാണ് സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല. ആൻസർ ഏതാണ്? കോട്ടയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള? ആൻസർ ഇടുക്കി. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. പാലക്കാടായിരുന്നു, ഇപ്പോൾ അത് ഇടുക്കിയാണ്. നെക്സ്റ്റ്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള? ആൻസർ ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള? വിച്ച് ഈസ് ദ ഹയസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള? ആൻസർ മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറം. മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. വിച്ച് ഈസ് ദ ലോവസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള? വിച്ച് ഈസ് ദ ലോവസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള? ആൻസർ വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട്. വയനാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള ജില്ല. കൂടുതൽ മലപ്പുറം, കുറവ് വയനാട്. എന്നാൽ മക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. കാരണം കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തെ പറ്റി. സിമ്പിളാണ്, പക്ഷേ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. വീഡിയോ നന്നായിട്ട് കാണുക, അത് കേട്ട് പഠിക്കുക, ഒപ്പം നോട്ട്ബുക്ക് വെച്ച് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.